അപ്പോൾ കേന്ദ്ര ഏജൻസികളെ സ്വാധീനിച്ച് എങ്ങനെയാണ് വഴിവിട്ട മാർഗങ്ങൾ വഴി ഒരു നല്ല മനുഷ്യനെ, ഒരു ഭരണാധികാരിയെ, ഒരു മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മ്ലേച്ഛമായ ചിത്രമുണ്ടാക്കാൻ ഇവർ നടത്തിയിട്ടുള്ള ഗൂഢാലോചന എന്നുള്ളത് ആരംഭം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശാഭിമാനിയിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു, കുടനാടനും കുറേ കുടലൂത്തുകാരും. അതിൽ ഞാൻ എടുത്തു പറഞ്ഞു, ഇത് കുപ്പത്തൊട്ടിയിടും ഈ കേസ് നിലനിൽക്കില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാണ്, ഇത് പ്രതിപക്ഷത്തിന് ഏറ്റിട്ടുള്ള തിരിച്ചടിയല്ല, ഇത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണോ അല്ല പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം വീണെടുക്കെന്ന് ഉരുളുകയാണിപ്പോൾ. അപ്പോൾ സാമാന്യേന ചെയ്യേണ്ടത്, ആദ്യം കുഴൽനാടൻ പറഞ്ഞു ഞാൻ ക്ഷമാപണം നടത്തുമെന്ന് പറഞ്ഞു, അത് അദ്ദേഹം നടത്തണം, ഇല്ലെങ്കിൽ അദ്ദേഹം ഈ പദവിക്ക് യോജിച്ചതല്ല. പ്രതിപക്ഷ നേതാവ് രാജിവെക്കുന്നില്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ക്ഷമാപണം നടത്തണം. നമ്മളെ ഗോപാലകൃഷ്ണൻ നടത്തിയതുപോലെ. ഏത് ഗോപാലകൃഷ്ണനെ? BJPയുടെ ഗോപാലകൃഷ്ണൻ ശ്രീമതി ടീച്ചറുടെ മുമ്പിൽ ക്ഷമാപണം നടത്തിയില്ലേ? ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ചുരുങ്ങിയത് അതെങ്കിലും ചെയ്യണം. ഇനി ഈ പണിയുമായിട്ട് മുമ്പോട്ട് പോകരുത് ദയവ് ചെയ്ത്. എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതുസമ്മതരായിട്ടുള്ള ജനനേതാക്കളെ ടാർണിഷ് ചെയ്യാൻ ഇവർ നടത്തുന്ന പ്രവർത്തനം എന്നുള്ളതിൻ്റെ നല്ലൊരു തെളിവാണിത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിളങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഓരോരോ ആരോപണവും കൊണ്ടുവരിക. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ആരോപണം, അതിനൊക്കെ ഞാൻ അന്ന് മറുപടി പറഞ്ഞാണ് മന്ത്രി എന്നുള്ള നിലയിൽ, പാർലമെൻ്ററി വകുപ്പും നിയമവും കൈകാര്യം ചെയ്ത മന്ത്രി എന്നുള്ള നിലയിൽ മറുപടി അന്ന് പറഞ്ഞതാണ്. ഒരൊറ്റ കേസ് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഇങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടക്കിടക്ക് ഓരോന്ന് പറയും, അറ്റൻഷൻ മാറ്റാൻ നോക്കും. ഒരു സമൻസ് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ എതിരായിട്ട് നടത്താൻ സാധിക്കാത്ത ആൾക്കാരാണ് അഴിമതി 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 എന്ന് പറയുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CMൻ്റെയും ഇമേജ് എവറസ്റ്റോളം കയറിയിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ ജനത ഇത് തിരിച്ചടിക്കും. അതിശക്തമായിട്ടുള്ള മറുപടി കേരളത്തിലെ ജനത ഈ നെറികേടിനെതിരായി നൽകും. ഈ കുഴൽനാടൻ പക്ഷേ ഇപ്പോഴും ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് പറയുന്നത് കോടതി തള്ളിയാലും ചെയ്ത കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല, പോരാട്ടം തുടരുമെന്നാണ് കുഴൽനാടൻ. ഞാൻ പറയുന്നത്, അത് ഈ വീണെടുക്കുന്ന ഉരുളുക എന്ന് പറയില്ലേ, അത് അഭ്യാസമാക്കിയിട്ട് കണക്കാകും. ചില ഈ കപട അഭ്യാസികളുണ്ട്, ഒരു വിവരവും ഉണ്ടാവില്ല ഏത് കളരിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവിടെ വീഴും, എന്നിട്ട് പറയും ഇത് അഭ്യാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയും. അതുപോലുള്ളൊരു അഭ്യാസമായത്. പക്ഷേ കുഴൽനാടൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അടുക്ക് എന്തെങ്കിലും തെറ്റി, ഞാൻ പുതിയ ഒരു നവാഗതനാണ് പൊതുരംഗത്ത്. ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ രാജിവെക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു ബാലൻ രാജിവെക്കുമെന്ന് ചോദിച്ചിട്ട് രാജിവെക്കില്ല ഞാൻ, കാരണം ക്ഷമാപണം നടത്താം തെറ്റുപറ്റിയാൽ, ഞാൻ നവാഗതനാണ്, രാഷ്ട്രീയം ഞാൻ അവസാനിപ്പിക്കില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതാണ്. അപ്പം ചുരുങ്ങിയ പക്ഷം അതെങ്കിലും ചെയ്യണം. അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ സംശയമുണ്ടോ? അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ലാവ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ഗൂഢാലോചനയാണത് ഓർമ്മ ഉണ്ടോ? അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഗൂഢാലോചന നടന്നതാണല്ലോ. അതിൻ്റെ മറ്റൊരു പതിപ്പാണിത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരും. അക്കാര്യത്തിൽ യാതൊരു അതെനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഈ ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞതിൽ രാവിലെ ടെസ്റ്റ് ഉണ്ടായി. ഗോപാലകൃഷ്ണൻ പറഞ്ഞ് മാപ്പ് പറഞ്ഞ എൻ്റെ ഔദാര്യമാണെന്ന് പറഞ്ഞു. അവസാനം തെളിവ് പുറത്തുവിട്ടപ്പോഴാണ് വീണ്ടും തിരുത്താൻ തയ്യാറായത്. പക്ഷേ ഒരു മാന്യത ആൾ കാട്ടിയല്ലോ, അത് മോശമുള്ള കാര്യമൊന്നുമല്ലല്ലോ. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറഞ്ഞല്ലോ, അതൊരു നല്ല കാര്യമല്ലേ പറയുന്നത്. കുഴൽനാട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, 101 പ്രാവശ്യം പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം.
ഒരു നല്ലൊരു ഭാവിയുള്ളൊരു നിയമസമാജികനെ ഈ രൂപത്തിലാക്കേണ്ട യാതൊരു ആവശ്യവും ആ വി ഡി സതീശൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെ നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഇയാളെ കൊണ്ട് ഇതിനെ വെറുതെ പറയിപ്പിച്ചു. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ?